വർക്ക് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് അമ്മമ്മ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം അമ്മമ്മ വീട്ടിലേക്കാണ് ചെന്നത്. കാരണം എന്താണ്, അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവും, എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് അമ്മമ്മ ഉണ്ടാക്കി വെക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുണ്ട്. അവിടെ ഒന്നും ഉണ്ടായതില്ല, കഞ്ഞി വരെ ഉണ്ടായതില്ല. കഞ്ഞി അവരൊക്കെ കുടിച്ച് അകത്താക്കിയിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന കരുതിയിട്ട് പുറത്തുനിന്ന് ഒരു ചായ പോലും കുടിക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. തന്നെ ഇവിടെ നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ മുഖം കണ്ട് വിഷമിച്ചിട്ടാന്ന് തോന്നുന്നു അമ്മമ്മ നേരെ പോയി വാഴയില വെട്ടാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ താണ്ട അമ്മമ്മ കുറച്ച് ചക്കവറുത്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെ പകുതി മുക്കാലും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഞങ്ങൾ അങ്ങ് തീർത്തു. വിശന്നാൽ പിന്നെ എനിക്ക് പ്രാന്തെടുത്തിട്ട് എനിക്ക് കണ്ണൂല, മൂക്കൂല, വായുമില്ല. പിന്നെ ഞാൻ ഒന്നും മിണ്ടത്തോടിയില്ല. മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുന്ന വരെ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഇടയിൽ അമ്മമ്മ എന്നെ ചെറിയ ചെറിയ പണിക്കൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പോകുന്നില്ല. കാരണം എന്താ, ഞാനിവിടെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പണി എടുക്കില്ല, അല്ലേലും എടുക്കില്ല. അപ്പോൾ നൈസായിട്ട് ഞാൻ തന്നുവിനെ പറഞ്ഞു വിടും പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതെന്താണിത്, അട. സാധാരണ നമ്മൾ അട വേവിച്ചല്ലേ എടുക്കുക. എൻ്റെ അമ്മ ഇത് ചുട്ടാണ് എടുത്തത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ചട്ടിയിലാണ് അമ്മ അത് ചുട്ടെടുത്തത്. എന്താണേലും എൻ്റെ അമ്മമ്മയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങനെ കലക്കി ചുട്ടാലും അത് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ആ അട എൻ്റെ കൈ കിട്ടിയപ്പോഴാണ് എൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞത്. നല്ല രസമില്ല ഗൈസ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാഞ്ഞ് വലിച്ചു കയറ്റുന്ന അതിൻ്റെ മണമാണ്. നല്ല സൂപ്പറായിട്ടുള്ള മണമായിരുന്നു അതിന്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടയും കഴിച്ചു, അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പിയും കുടിച്ചു. സൂപ്പറായിരുന്നു എന്തായാലും. ദ ടേസ്റ്റ് വാസ് ഗുഡ്. ബട്ട് എൻ്റെ അണ്ണാക്ക് പൊള്ളിയതാണ് ഗൈസ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ വരാൻ കാരണം. അന്നുവാണെങ്കിൽ നൈസായിട്ട് അപ്പുറം നല്ല തീറ്റയായിരുന്നു. അപ്പോൾ തിന്ന് കഴിഞ്ഞിട്ട് ഞാനും തന്നെ കൂടെ വീട്ടിൽ പോയി. അപ്പം അത്രയുള്ള ഗൈസ്.